നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 6ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റന്നാൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അടുത്തതായി സംസ്ഥാനത്തെ വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കണം. വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ ആളുകൾക്ക് BPL റേഷൻ കാർഡിനുള്ള അർഹത ലഭിക്കും. അതിനനുസരിച്ചുള്ള ഭേദഗതികളാണ് വരുന്നത്. മുൻഗണനാ റേഷൻ കാർഡുകളുടെ മാനദണ്ഡങ്ങൾ പുതുക്കി നൽകാൻ സർക്കാർ നടപടി ആരംഭിക്കുന്നു. സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. 1200 ചതുരശ്ര അടി വരെയുള്ള വിസ്തീർണമുള്ള വീടുകളെ പരിഗണിക്കണം. 800 cc വരെയുള്ള കാർ ഉൾപ്പെടെയുള്ള 4 ചക്ര വാഹനങ്ങളും പട്ടികയിൽ ഉൾപ്പെടുത്തണം. ഭൂമിയുണ്ടെങ്കിലും കൃഷിയോഗ്യമല്ലെങ്കിൽ ഇളവ് നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും. 2017 ഉത്തരവ് പ്രകാരം 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 4 അതിലധികമോ ചക്രമുള്ള വാഹനങ്ങൾ, അതായത് സ്വയം ഓടിക്കുന്ന ടാക്സി ഒഴികെ ഉള്ളവർ, കുടുംബത്തിന് 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ മാറ്റണമെന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളും 4 അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങളും നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ ആഡംബരമല്ല. ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്കായി 4 ചക്ര വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, മഞ്ഞ റേഷൻ കാർഡ്, അതായത് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകളിൽ നൽകിയിരുന്ന റേഷൻ വിഹിതത്തിൽ കുറവ് വരാൻ പോകുന്നു. സംഖ്യ പരിഗണിക്കാതെ ഒരു കുടുംബത്തിന് 35 കിലോ അരി എന്നത് അസമത്വം ഉണ്ടാക്കുന്നുവെന്നും കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനാണ് പുതിയ ഭേദഗതി എന്നുമാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. വ്യക്തികൾക്ക് നിശ്ചിത തൂക്കം നൽകുമ്പോൾ തുല്യത ഉറപ്പാക്കാനാകുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇതുവരെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലെ അംഗസംഖ്യ പരിഗണിക്കാതെ 35 കിലോ അരിയാണ് ഓരോ മാസവും നൽകിയിരുന്നത്. എന്നാൽ അംഗസംഖ്യ പരിഗണിച്ച് ഒരു അംഗത്തിന് പ്രതിമാസം 7 കിലോ എന്ന അളവിൽ മാത്രം അരി വിതരണം ചെയ്യുവാനുള്ള ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഭേദഗതിയുടെ കരട് രേഖയിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുവാനുള്ള സമയപരിധി ജൂലൈ മാസം 13 വരെയാണ്. ഭേദഗതി പ്രകാരം മഞ്ഞ കാർഡുള്ള കുടുംബത്തിൽ ഒരാൾക്കുള്ള ധാന്യം 7 കിലോ ആയി കുറയ്ക്കാനാണ് നിർദ്ദേശം. നിലവിൽ ഓരോ അന്ത്യോദയ കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ അരി സൗജന്യമായി ലഭിക്കുന്നുണ്ട്. പുതിയ ഭേദഗതി നടപ്പിലായാൽ ഈ ഒരു രീതി മാറും. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതമായിരിക്കും ലഭിക്കുക. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെയായി തുടരുകയും ചെയ്യും. അതേസമയം ഭേദഗതിയെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷ MPമാർ വ്യക്തമാക്കുന്നത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, ഓപ്പറേഷൻ തൂഫാൻ പിടിമുറുക്കിയതോടെ ജീവൻ രക്ഷാ മരുന്നുകൾ ലഹരിക്ക് ഉപയോഗിക്കുന്നവരെയും നിരീക്ഷിച്ചു വരികയാണ് പോലീസ്. രാസലഹരിക്കോ കൂടിയ ലഹരി ലഭിക്കുമെന്നതും ചെലവ് കുറയുമെന്നതും ഇത്തരം ലഹരിയിലേക്ക് തിരിയാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വിഷാദം, ഉത്കണ്ഠ, മനോരോഗം എന്നിവയ്ക്കും കാരണമാകാം. സമയം ലഭിക്കാതിരുന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നതും ഇത്തരക്കാരുടെ പ്രത്യേകതയാണ്. വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയാണ് ഇക്കൂട്ടർ മരുന്നുകൾ വാങ്ങാൻ ശ്രമിക്കുന്നത്. കോട്ടയം ജില്ലയിലാണ് ഇത്തരക്കാർ കൂടുതൽ ഉള്ളതെന്ന് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാർ പറയുന്നു. രാവിലെ മെഡിക്കൽ കോളേജിലും മറ്റും എത്തി OP ചീട്ട് തരപ്പെടുത്തി അതിൽ ഇന്റർനെറ്റ് നോക്കി മരുന്നിൻ്റെ പേരും എഴുതി ചേർക്കുന്ന കേസുകളാണ് കൂടുതലും. വേദന സംഹാരികൾ അമിതമായി ഉപയോഗിച്ചും ക്യാൻസർ രോഗമരുന്നുകൾ മറ്റു രാസവസ്തുക്കൾക്കൊപ്പം ചേർത്തും കുത്തിവെച്ചുമൊക്കെയാണ് യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത്. കൃത്യമായ നിർദ്ദേശത്തോടെ രോഗികൾ മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ് ഇവയിൽ ഏറെയും. അനസ്തേഷ്യ മരുന്നുകളും വ്യാപകമായി ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇവയിൽ പല മരുന്നുകളും നൽകുന്നതിന് നിയന്ത്രണമുണ്ട്. എന്നാൽ ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ ലഹരി സംഘാംഗങ്ങൾ മരുന്ന് സ്വന്തമാക്കുന്നു. ചില മെഡിക്കൽ സ്റ്റോറുകളിൽ കുറിപ്പടി പരിശോധിക്കാതെ മരുന്നുകൾ നൽകുന്നതും ഇത്തരക്കാർക്ക് സൗകര്യമാണ്.
അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ട്രാഫിക് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള നീക്കവുമായി മോട്ടോർ വാഹന വകുപ്പ്. ചെറിയ നിയമ ലംഘനങ്ങൾക്ക് പോലും കടുത്ത ശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കും. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെയുള്ള യാത്രകൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നടപ്പിലാക്കും. വാഹനം ഓടിക്കുന്നയാൾക്കോ പിൻസീറ്റിൽ ഇരിക്കുന്നയാൾക്കോ ഹെൽമറ്റ് ഇല്ലെങ്കിൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കാം. നിയമലംഘനങ്ങൾ പിടികൂടാൻ വാഹന പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ പിഴയ്ക്കൊപ്പം പരിശീലന ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടിയും വരും. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.